സോണൽ ഒപ്പം ചേരുന്നുണ്ട്. സോണൽ ഇപ്പോൾ എവിടെയാണുള്ളത്? കൃഷ്ണരാജ്, ഞാൻ നിൽക്കുന്നത് പരിക്കേറ്റ ആളുകളെ എത്തിച്ച സ്വകാര്യ ആശുപത്രിക്ക് മുൻപിലാണ്. നമുക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം പലരും ICUയിൽ ജീവനോട് മല്ലടിച്ച് കിടക്കുന്ന സാഹചര്യം, അവരുടെ ബന്ധുക്കൾ മുറിക്ക് പുറത്തു നിന്ന് കരയുന്ന സാഹചര്യം. തൊട്ടു മുൻപ്, അല്പസമയത്തിന് മുമ്പ് ഇവിടെ ഗോവ ഗവർണർ ഉൾപ്പെടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കരയുന്ന അമ്മമാരുടെ ദൃശ്യങ്ങൾ ഏറ്റവും വേദനാജനകമല്ലാതെ അതൊരിക്കലും അല്ലാതെ മറ്റൊന്നും അതിനെ നമുക്ക് നോക്കി കാണാൻ കഴിയില്ല. കാരണം എപ്പോഴും മനുഷ്യനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ചില നിമിഷങ്ങളാണ്. കാരണം പ്രാർത്ഥനയോടെ ഇരുന്ന നിമിഷങ്ങളാണ്. പക്ഷേ മരണസംഖ്യ കൂടുന്നത് ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷ നൽകുന്ന ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേരെ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഹൃദയഭേദകമാണ്. കാരണം ഓരോ അമ്മമാരും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുന്ന ഒരു സ്ഥിതി, പ്രാർത്ഥിക്കുന്ന സ്ഥിതി, അവര് ഏറ്റവും വിഷമമല്ലാതെ അല്ലെങ്കിൽ സങ്കടത്തോടെ അല്ലാതെ നമുക്കത് അതൊന്നും തന്നെ നോക്കി കാണാൻ പറ്റില്ല. പക്ഷെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഉറപ്പു നൽകും എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിയ ഗോവ ഗവർണറും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. കാരണം ഏതൊക്കെ തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കണോ അതെല്ലാം തന്നെ കൃത്യമായി ലഭ്യമാക്കും, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് പറയുന്നത്. പലരും ഈ അപകടനില തരണം ചെയ്യുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ആ സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും പലരെയും കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. അവർക്ക് പറയാനുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കിടന്നുറങ്ങുന്ന സമയത്താണ് ഉരുൾപൊട്ടി ഉയരെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പലരും കണ്ണ് തുറന്നു നോക്കുമ്പോൾ വീടിന്റെ മുറ്റത്ത് നിറയെ കുമിഞ്ഞുകൂടിയ ചളിയും മണ്ണും മാത്രമാണ്, വലിയ പാറക്കല്ലുകളാണ്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു എന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. വേദനയോടെ മാത്രമേ അവർക്കത് നോക്കിക്കാണാൻ പറ്റുക. ഉറ്റവരെയും ഉടയവരെയും ആരെയും കാണാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, അമ്മയെ നഷ്ടപ്പെട്ടവരുണ്ട്, സഹോദരനെ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിനിടയിൽ തങ്ങളുടെ ബന്ധുക്കളെ തിരിയുന്ന ഒരുപാട് പേരെയും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏറ്റവും വേദനാജനകമല്ലാതെ നമുക്കിതിനെ നോക്കി കാണാൻ പറ്റില്ല. മറ്റൊന്ന്, ഇതിനിടയിലും പ്രധാനമായി പറയേണ്ടത്, ചില വാട്സപ്പ് സന്ദേശങ്ങളെല്ലാം തന്നെ പ്രചരിക്കുന്നുണ്ട്. ഈ ക്യാമ്പുകളിലേക്കും മറ്റും ആവശ്യമായ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്, ഇനി വേണ്ട എന്നുള്ള തരത്തിൽ ചില വാട്സപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അത് പാടെ തെറ്റാണ് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. കാരണം ഭക്ഷണങ്ങളും മറ്റും വസ്ത്രങ്ങളും എല്ലാം തന്നെ എത്തുന്നുണ്ടെങ്കിൽ പോലും ക്ലീനിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എത്തുന്നത് കുറവാണ്. അത് ഇതുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തകരുണ്ടെങ്കിൽ അവരൊന്നും. ശരി, സോണലിലേക്ക് വരാം. ഈ ദുരന്തത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മുണ്ടക്കൈയിലൂടെ പോയ മലവെള്ളപ്പാച്ചിൽ 60 മൃതദേഹങ്ങളാണ് പോത്തുകല്ലിൽ നിന്ന് കിട്ടിയത് എന്ന കാര്യം എടുത്തു പറയാതെ വയ്യ. ഒരുപക്ഷെ റോഡ് മാർഗമാണെങ്കിൽ 3 മണിക്കൂറോളം സഞ്ചരിക്കേണ്ടത്ര ദൂരമുണ്ട് അവിടേക്ക് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതായത് 95 കിലോമീറ്റർ റോഡ് മാർഗമുണ്ട്. ജലമാർഗം എത്ര ദൂരെയാണ് എന്നറിയില്ല, എങ്കിൽ പോലും വളരെ ദൂരെ ആണ് അവിടെ. അപ്പോൾ ഈ വെള്ളപ്പാച്ചിലിൻ്റെ രൗദ്രഭാവം എത്ര കണ്ട് വേഗത്തിലായിരുന്നു, എത്ര ദൂരേക്കായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. പോത്തുകല്ലിൽ നിന്ന് 60 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ആകെ മരണം 154 എന്ന സ്ഥിരീകരണം വരുന്നു. 481 പേരെ രക്ഷപ്പെടുത്തുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാക്കാൻ ബെയിലി പാലം നിർമ്മാണം സൈന്യം അവിടെ നടത്തിവരികയാണ്. വളരെ വേഗത്തിൽ അത് പൂർത്തിയാകുമെന്ന പ്രത്യാശ പങ്കുവയ്ക്കാതെ വയ്യ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതായ ഒരു ഗ്രാമത്തിൽ എവിടെയെങ്കിലും ജീവൻ്റെ തുടിപ്പുകളുണ്ടോ എന്ന അന്വേഷണം ഊർജിതമായി അവിടെ നടക്കുകയാണ്. NDRF സംഘമുണ്ട്, സൈന്യം വിവിധ യൂണിറ്റുകളായി അവിടെ രംഗത്തുണ്ട്. കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നുണ്ട്. ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് ഒരു സംഘം അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യ സാധ്യമായതിനപ്പുറത്ത് എന്ന് പറയാതെ വയ്യ, അവരെ എല്ലാം ഒരുമിപ്പിച്ച് അതിനിടയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ജീവൻ്റെ തുടിപ്പുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം അങ്ങനെ പുരോഗമിക്കുകയാണ്. പക്ഷേ ഉയർന്നു വരുന്ന മരണസംഖ്യ വലിയൊരു ആശങ്കയായി മാറുന്നുണ്ട്. അത് പറയാതെ വയ്യ. മണ്ണിനടിയിൽ ഇനിയും എത്ര പേരുണ്ടെന്ന കൃത്യമായ കണക്കെടുപ്പ് പോലും നടത്താൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു.